ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു മഞ്ഞൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വീട്ടിലെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കാണെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു വെളിച്ചെണ്ണ തന്നെയാണിത്. സ്കിന്നിന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നവർക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിനാദ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് മഞ്ഞളാണ്. നമ്മളിവിടെ അടുത്തുള്ള 150 ഗ്രാം മഞ്ഞളാണ്. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. കൂടാതെ വേണ്ടത് ക്യാരറ്റാണ്. നമ്മളെടുത്തുള്ള 350 ഗ്രാം ക്യാരറ്റാണ്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുക നല്ല വൃത്തിയായിട്ട്. പിന്നെ ഈ മഞ്ഞളും നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. അതിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ കഴുകിയെടുത്ത് അതിൽ വെള്ളം ഫുള്ളായിട്ടൊന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ഒരു ചെറിയ മിക്സിയിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഈ പരുവത്തിലാണ് നമ്മളത് ക്രഷ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എടുക്കുന്നത് സാധാരണ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 750 ml നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇടേണ്ടതാണ്. ഒരുപാട് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. തിളച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചാടിപ്പോവാനും തുളുമ്പി പോകാനും, അതായത് തിളച്ച് ഭയങ്കര ഇതായി പോകാൻ സാധ്യതയുണ്ട്, വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇതുപോലെ തിള വരും. ചൂടായി കഴിയുമ്പോഴത്തേനും തിള വരും. അപ്പോൾ അടിക്ക് പിടിക്കാണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നല്ലോണം ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേനും തന്നെ നമ്മുടെ ഓയിൽ റെഡി ആയെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതൊന്ന് എല്ലാം അടിയിലേക്കായി എണ്ണ മുഴുവനായിട്ട് പൊങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എണ്ണ ഇങ്ങനെ പൊങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് മാറ്റാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ് ഉപയോഗിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെറിയ പാത്രത്തിലേക്ക് മാറ്റി അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാൻ, അതായത് ക്യാരറ്റിൻ്റെയും മഞ്ഞളിൻ്റെ ഉപയോഗം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്കിന്ന് നല്ല ഗ്ലോ ആവാനും പിന്നെ ഹെയർ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഓക്കെ ആണെന്നുള്ളത് അറിയില്ല. ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് ഇപ്പൊ 2 വയസ്സാകാറായി. പക്ഷെ ഓൾറെഡി വന്ന ഹെയറുകൾക്കൊന്നും വ്യത്യാസം ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ പുതിയ ഹെയറുകളൊന്നും വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ ഇത് സയന്റിഫിക്കലി എത്ര പ്രൂവൺ ആണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഇതാണ് കുട്ടിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാൻ വേണ്ടി വലിയവരാണെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.